ഹൽ ഹിക്കായത്തുൽ ഖാമിസത അശറ. 15ാമത്തെ ഹിക്കായത്ത് ഉദ്ധരണി ആരത്തൊട്ടാണ്? അൻ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തൊട്ടാണ്. അന്നഹു തീർച്ചയായും ഒരു കാര്യം പറയാം. കാന യൗമൻ മാഷിയൻ, അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന ആളായിരുന്നു. ഈ അസ്ഹത്തിൽ ബസറ, ബസറയിലെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഫഇദൻ ഹു ജാരിയത്തി മിൻ ജവാരിൽ മുലൂക്, രാജാക്കന്മാരുടെ സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു. എങ്ങനെ? റാക്കിബത്തിൻ, അവൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. അങ്ങനെ കണ്ടത്. പമാൽ ഖുദ്ദാമ്, ഖദമു, അവൾക്കുള്ള സേവകന്മാർ കൂടെയുണ്ട്. ഇതാണ് പെണ്ണ്. അങ്ങനെ മാലിക്കുൻ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ കണ്ടപ്പോ നാദ, മഹാൻ വിളിക്കാണ്. അയ്യത്തുകൾ ജാരിയത്തു, ഏ ജാരിയെ, അയബിഉകി മൗലാക്കി, നിന്റെ യജമാനൻ നിന്നെ വിൽക്കുമോ? ഇത് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ആ ജാരിയത്ത് പറയുകയാണ്, കൈഫ ഖുൽത യാ ശൈഖ്, നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? എന്താണ് പറയുന്നത്? എങ്ങനെ നിങ്ങൾ പറയുന്നത് ചോദിച്ചു. ഖാല, മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു അയബിഉകി മൗലാക്കി, നിന്റെ യജമാനൻ നിന്നെ വിൽക്കും പെണ്ണെ. ഇതപ്പോ ഞാൻ ചോദിക്കുന്നത്. കാലത്ത് അപ്പൊ ആ പെണ്ണ് പറയാണ്, ആ ജാരിയത്ത് പറഞ്ഞു, ഒലോ ബാഅനി, എന്റെ യജമാൻ എന്നെ വിൽക്കുകയാണെങ്കിൽ, കാലം മിസ്ലുക യശ്തരീൻ, നിന്നെ പോലെയുള്ള, താങ്കളെ പോലെയുള്ളവർ എന്നെ വാങ്ങുമോ ചോദിച്ചു. കാല, വാങ്ങുമല്ലോ. ഖൈറൻ മിൻകി, നിന്നേക്കാൾ ഉന്നതയായ പെണ്ണിനെ നമ്മൾ വാങ്ങും. പിന്നെപ്പോ നീയും എന്ന് മാലിക് റളിയല്ലാഹു അൻഹു മറുപടിയും കൊടുത്തു. ഈ മറുപടി കേട്ടപ്പോൾ ലഹിക്കത്ത്, പെണ്ണന്ന് ചിരിച്ചു കണ്ട്. അങ്ങനെ ചിരിച്ചെന്ന് മാത്രമല്ല, അമറത്ത് ബിഹി, മാലിക് റളിയല്ലാഹു അൻഹു കൊണ്ട് പോകാന കൽപ്പന. അയ്യുഹ്മല ഇലാ ദാരിക, ഈ ജാരിയത്തിന്റെ വീട്ടിലേക്ക് മാലിക് റളിയല്ലാഹു അൻഹു ചുമന്നു കൊണ്ടുപോകണം. അത് ആജ്ഞാപിച്ചു. അങ്ങനെ എന്തിനു പറയുന്നു? ഫഹ്മില, ആജ്ഞ കേട്ട് അദ്ദേഹത്തെ ചുമക്കപ്പെടുകയുണ്ടായി. ഫദഖലത്ത് ഇലാ മൗലാഹ, അങ്ങനെ അവൾ തന്റെ യജമാന്റെ അടുത്തേക്ക് പ്രവേശിച്ചു. ഫഅഖ്ബറതുഹു, അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ യജമാനോട് പറഞ്ഞു. ഫളഹിക, ഇത് കേട്ടപ്പോ യജമാൻ ചിരിച്ചു. ചിരിക്കുക മാത്രമല്ല, വഅമറ അൻ യുദ്ഖല ബിഹി ഇലൈഹി, മാലിക് എന്നവരെ രാജാവിന്റെ, മൗലയുടെ അടുത്തേക്ക് പ്രവേശിപ്പിക്കപ്പെടുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. ഉദ്ഖല, ആജ്ഞ കേട്ട് ആജ്ഞാനുവർത്തികൾ അദ്ദേഹത്തെ ഈ മൗലാന്റെ അടുത്തേക്ക് കടത്തിവിട്ടു. അങ്ങനെ എന്തിനു പറയുന്നു? ഫഉൽഖിയത്ത് ലഹുൽ ഹൈബത്തു ഫി ഖൽബി സയ്യിദ്, ഇത് കണ്ടപാടെ ഈ പെണ്ണിന്റെ യജമാന്റെ ഹൃദയത്തിൽ ഒരു പേടി, ബഹുമാനത്തോടുകൂടെ ഒരു പേടി ഇട്ടുകൊടുക്കപ്പെട്ടു. ഫഖാല, എന്നിട്ട് ഈ സയ്യിദ് ചോദിക്കുകയാണ്, മാ ഹാജത്തുക, എന്താ താങ്കളുടെ ആവശ്യം എന്ന് ആദരവോടുകൂടെ ചോദിച്ചു. ഫഖാല, അപ്പോഴും മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബിഇനി ജാരിയതക, താങ്കളുടെ ഈ പെണ്ണിനെ ഒന്ന് എനിക്ക് വിൽക്കോ, അടുത്ത സ്ത്രീയെ വിൽക്കോ. ഖാല, അവ തതീഖു അദാ സമനിഹ, ഞാൻ വിൽക്കും, പക്ഷേ അവളുടെ വില അത് വീട്ടാൻ താങ്കൾക്ക് കഴിയുമോ എന്നാ ചോദിച്ചത്. ഖാല, മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖീമത്തുഹ ഇന്ദി, എന്റെ അഭിപ്രായം നോക്കുമ്പോ എന്റെ അടുക്കൽ ആ പെണ്ണിന്റെ നിലവാരം നവാത്താനി മുസവ്വസത്താനി, മുസവ്വസത്തായിരിക്കുന്ന 2 നവാത്താണ് എന്ന് പറഞ്ഞു. മുസവ്വസത്തായ 2 നവാത്ത് നിസ്സാര വരെയാണ് കണ്ടത്. അത് എന്താന്നില്ല പിന്നെ നോക്കാം. ഇപ്പൊ ലഹിക്കൂ, ഇത് കേട്ടപാടെ അവിടെ എല്ലാ ആൾക്കാരൊക്കെ ചിരിച്ചു. വഖാല, എന്നിട്ട് മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ല സയ്യിദ് ചോദിക്കുകയാണ്,
കൈബകാന അല്ല മാലിക് തന്നെ ചോദിക്കുന്നുണ്ട്. കൈബകാന സമനുഹ എന്തൊക്ക അവളുടെ വില നിങ്ങളുടെ അടുത്ത് ആയല്ലോ ഹാദായി. അപ്പോ സയ്യിദ് ചോദിക്കാണ് മാലിക് റളിയല്ലാഹുവിനോട്, കൈബകാന സമനുഹ എന്തൊക്കെ ഹാദ, താങ്കളുടെ അടുക്കൽ മാലിക് എന്നവരെ ഈ പെണ്ണിന്റെ വില അങ്ങനെ ആയിരുന്നു ചോദിച്ചു. കാല അപ്പോ മാലിക് റളിയല്ലാഹു കൊടുത്ത മറുപടി കസറത്ത് വയൂബിഹ, അവളുടെ ന്യൂനത ഒരുപാടുണ്ട്, അതുകൊണ്ടല്ലേ. കാല സയ്യിദ് ചോദിച്ചു അമാ വയൂബുഹ, എന്താണ് അവൾക്കുള്ള ന്യൂനത? കാല മാലിക് റളിയല്ലാഹു പറഞ്ഞു, ഇല്ലം തതഅത്താർ, അവള് സുഗന്ധം പൂശിയിട്ടില്ലെങ്കിൽ റഫറത്ത്, അവൾ ആകെ ദുർഗന്ധം പഠിച്ചു വീശും. വഇല്ലം തസ്തക്, അവളെങ്ങാനും മിസ്വാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബഹറത്ത്, വായനാറ്റം നല്ല ഉണ്ടാവും. വഇല്ലം തംതശിത്ത് വതദ്ഹൻ, അവള് തല ചീകുന്നില്ല, എണ്ണ തേക്കുന്നില്ല എങ്കിൽ ഖമറത്ത് വസഅസത്ത്, മുടിയാകെ ചടക്കുത്തിയിട്ട് പേന്നറിഞ്ഞ തലയായി മാറും. വഇൻ തുഅമർ അൻ ഖലീലിൻ, കുറച്ചു കാലം അവൾക്ക് വയസ്സ് നൽകപ്പെടുകയാണെങ്കിൽ ഹർമത്ത് ദാത്ത ഹയബി, അവള് ബൗലിൻ, അവളെന്താണ് ഹർമത്ത് കീഴ് എന്താണ് എന്താവും മറ്റേ വയസ്സറ്റായി മാറും. ദാത്ത ഹയബ്, ഹൈദുള്ളവള്, ബൗലി മൂത്രമുള്ളവള്, അക്താരും മ്ലേച്ഛതരും മറ്റുള്ളത്, പുരുഷന് ദുഃഖമുള്ളവര്, ഓമ മനപ്രയാസമുള്ളവള്, അക്താറും മറ്റു പല കലർപ്പുകളും ഒക്കെ ഉള്ളവളാണ് ഇവൾ. അതുകൊണ്ടാണ് ഞാൻ അത്ര വില കുറച്ച് പറഞ്ഞത്. വലഅല്ലഹ ലാ തുവദ്ദുക, ഓളെ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. ഇല്ലാലി നഫ്സിക, ഓളെ നഫ്സിന് വല്ല ഗുണമുണ്ടോ അതിനുവേണ്ടി മാത്രമാണ് താങ്കളെ അവൾ ഇഷ്ടപ്പെടുക. വലാ തുഹിബ്ബുക, തവദ്ദുക എന്നല്ല, വദ്ദയവദു ലാ തവദ്ദുക എന്നല്ല, വലാ തുഹിബ്ബുക ഇല്ലാലി തനഉമിഹ, അവൾക്ക് എന്ത് വേണം? നിഅമത്തും സുഖം കിട്ടണം, അതിനുവേണ്ടി മാത്രമാണ് താങ്കളെ അവൾ ഇഷ്ടപ്പെടുന്നത്. ലാ തബീബി ആയതിക്ക, നിങ്ങൾ എന്ത് വാഗ്ദാനം ചെയ്താലും അവൾ പൂർത്തിയാക്കി കിട്ടൂല. വല തസ്ദുഖ് ഫീ ബുദ്ധിക്ക, നിങ്ങളുടെ സ്നേഹത്തിലൊന്നും അവൾ വാസ്തവം കാണിക്കൂല. വല തഖ്ലുഫ് അലൈഹ അഹദൻ ബഅദക, നിങ്ങൾക്ക് ശേഷം നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ വേറെ ഒരാളെ അവളുടെ പേരിൽ അവൾ പ്രതിനിധിയാക്കൂല. ഇല്ലാ റഅതുഹു മിസ്ലക, നിങ്ങളെ പോലെ തന്നെ ആ ആളവൾ കാണണം. അങ്ങനെയാണെങ്കിൽ അവളാക്കും, അല്ലെങ്കിൽ ഇല്ല. അന, ഞാനാണെങ്കിലോ ബിദൂനി മാ സഅൽതു ജാരിയതിക, ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ നിങ്ങളെ ജാരിയത്തിന്, ആ ജാരിയത്തിന് ചോദിച്ചതെന്താണോ അതിനാൽ താഴത്തപ്പഴാ നിൽക്കുന്നത്. അതെന്താണ്? മിനസ്തമനി ജാരിയത്തൻ, വിലയാണ്. അപ്പൊ വിലയ എന്താണ്? വിലയേക്കാൾ. അപ്പൊ ഞാൻ എന്താണ് നിങ്ങളെ ജാരിയത്തിൽ ഞാൻ ചോദിച്ചല്ല വില, അങ്ങനെയുള്ള വിലയാണ് ചോദിച്ചത്, അതിനേക്കാൾ താഴത്താണ് ഇപ്പൊ ഞാനുള്ളത്. ജാരിയത്തും, ഒരു ജാരിയത്തിനെ പറ്റി പറയാം. കൊലിക്കത്ത് ആ ജാരിയത്ത് എന്തായിട്ടുണ്ട്? സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മീൻ സുലാത്തിൽ കാഫൂർ, കൽപ്പൂരത്തിന്റെ കൂട്ടത്തിലാണ്, കൽപ്പൂരമാണ്. ഒബര മിസ്കി, അസ്തന സുഗന്ധം, മിസ്ക് കസ്തൂരി, ജാഫ്രാൻ കുങ്കുമം, ജൗഹർ രത്നം, നൂറ് പ്രഭ, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് സൃഷ്ടിക്കപ്പെട്ടൊരു ജാരിയത്ത്. അങ്ങനെയാണ്. വലോ മുദിത ബിരീഖിഹ ഉജാദു ലതാബ, അവൾ തുപ്പുനീരെടുത്തുകൊണ്ട് ഉപ്പുമായി കൂട്ടിക്കലർത്തിയാൽ ആ ഉപ്പ് വൃത്തിയായി കിട്ടും. വലോ ദഅ ബികലാമിഹ, അവളുടെ കലാമ് കൊണ്ട് വിളിക്കപ്പെടുകയാണെങ്കിൽ, മയ്യിത്തുൻ, ജീവനില്ലാത്തൊരു വ്യക്തി വിളിക്കപ്പെടുകയാണെങ്കിൽ അജാബ, അത് ഉത്തരം നൽകും. വലോ ബദഅ മിഅസമുഹ ലിശംശി, സൂര്യപ്രകാശത്തിന് അവളുടെ വളയിടുന്ന കൈഭാഗം വെളിവാവുകയാണെങ്കിൽ അവിലമത്ത്, ആ സൂര്യൻ ഇരുട്ടായി പോകും. കസഫത്ത്,
അത് ഗ്രഹണമുള്ളതായി മാറും ചെയ്യും. മാറ്റി ഇരുളുകളിൽ അവൾ വെളിപ്പെട്ട് വരികയാണെങ്കിൽ അനാറത്ത് ബിഹി ആ കൈകൾ കാരണമായി ആ ഇരുളുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അസർക്കത്ത് നല്ല തിളക്കമുണ്ടായിരിക്കും ആ ഇരുളുകൾ. വലോ വാചകത്തിൽ ആഫാക്ക ഇനി അവൾ നേരിടുകയാണെങ്കിൽ പല ഭാഗങ്ങളുണ്ടല്ലോ, ഭാഗങ്ങളിലേക്ക് ബിഹുലീഹ വഹുലലിഹ അവൾ അണിഞ്ഞ വസ്ത്രം ആഭരണം ഇതുകൊണ്ട് അവള് നേരിടുകയാണെങ്കിൽ തുറത്ത് ബിഹ അതുകൊണ്ടെല്ലാം അവളെന്തായി സുഗന്ധം ഉള്ളവളായി മാറും. തസുഹുറഫത്ത് അങ്ങനെ അവള് പവറുള്ളവളായി ആകെ പരിമളടിച്ച് വീശും. നഷഅത്ത് മിറിയാദിൽ മിസ്കി വസ്സഅഫ്റാൻ വഖൽബാനിൽ യാഖൂതി വൽ മർജാൻ മാണിക്കം മുത്ത് എന്നിവകളിൽ നിന്നും കുങ്കുമം പിന്നെന്താണ് കസ്തൂരി എന്നീ റിയാളയിലാണ് അതിലൂടെയാണ് അവർ വളർന്നു വന്നത്. വഖസുറത്ത് ബി ഖിയാമിൻ നഈം അങ്ങനെ അനുഗ്രഹത്തിന്റെ ടെന്റുകളിൽ അവള് ഒതുങ്ങിക്കൂടുന്നു. വഗാദയത്ത് ബിമാഇ തസ്നീം അവള് നല്ല വെള്ളം അതുകൊണ്ട് ഭക്ഷണമാക്കുന്നു. ലാ തുഖിലിം അഇദഹ അവളുടെ കരാറിനവള് ലംഘിക്കൂല. വലാ തുബദ്ദിൽ വുദ്ദഹ അവളുടെ സ്നേഹത്തിന് പകരമാക്കൂല അവൾ. അയ്യുഹുമാ അഹഖു ബിദഫഇ സമനി അപ്പൊ വില കൊടുക്കൽ കൊണ്ട് ഏറ്റവും ബന്ധമായി ഈ രണ്ട് പെണ്ണുങ്ങൾ ഏത് പെണ്ണുങ്ങളാണ് ഒന്ന് പറയൂ. ഖാല അപ്പൊ സയ്യിദ് പറ അല്ലദീ വസഫത അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ ഗുണം പറഞ്ഞ പെണ്ണെ അത് ആ പെണ്ണിനാണ് കൊടുക്കേണ്ടത്. ഖാല അപ്പൊ പിന്നെ മഹാൻ പറഞ്ഞു മാലിക് ദീനാർ മാലിക് ദീനാർ തങ്ങൾ ഫഇന്നഹൽ മൗജൂദത്തു അവള് ഇന്ന് എത്തിക്കപ്പെട്ടവളാണ്. അസ്തമനു ഖരീബ അവളെ വില ഇന്ന് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഖരീബത്തു അടുത്തവളാണ്. അൽ ഖുത്ബ് ആ കല്യാണ ആലോചനകൾ ഫീ കുല്ലി സമൻ എല്ലാ കാലങ്ങളിലും അങ്ങനത്തെവളാണ് അവൾ. ഖാല അപ്പോ സയ്യിദ് ചോദിക്കുകയാണ്, അപ്പൊ ഹൂറികളെ പറ്റിയാണ് പറഞ്ഞത്. ഫമാ സമനുക റഹിമക്കല്ലാഹ് അള്ളാഹ് നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യട്ടെ, എന്താണ് ഇപ്പൊ ആ പെണ്ണിന്റെ വില എന്ന് ചോദിച്ചു. ഖാല അപ്പോ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു കൊടുത്തു അൽ യസീർ മഖ്ബൂൽ കൊടുക്കുന്ന കുറച്ച് മതി. എന്തിന് ഖതീൽ മഹ്മൂൽ കൊതിക്കപ്പെട്ട കാര്യം ലഭിക്കാൻ വേണ്ടി കൊടുക്കുന്ന കുറച്ച് മതി. അപ്പൊ എന്താന്ന് ചോദിച്ചാല് താങ്കൾ രാത്രി ഒഴിവാകണം. സാഅത്തൻ കുറച്ചു നേരം ഒഴിഞ്ഞു നിൽക്കണം ഉറങ്ങാതെ. എന്നിട്ട് 10 സല്ലി റക്അത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. തുഖിരി സുഖമാരി റബ്ബിക്ക അത് രണ്ടിനെയും നിങ്ങൾ റബ്ബിലേക്ക് ആത്മാർത്ഥമായി ആക്കുന്നത്. വാൻ തളഅതു ആമക നിങ്ങളെ ഭക്ഷണം അവിടെ വെക്കണം. നിടുഫത്തതുക്കുർ ആയക നിങ്ങളെ വിശപ്പുണ്ടാക്കിയാണ് ഓർക്കണം. അങ്ങനെ നിങ്ങൾ അള്ളാഹെ തെരഞ്ഞെടുക്കണം. അലാ ശഹവത്തിക്ക താങ്കളുടെ വികാരത്തിനേക്കാൾ. വാൻ ദർഫാനി തരീഖി ഹജറും ഖദറൻ പോകുന്ന വഴിയിൽ വല്ല കല്ലും മുള്ളും മരം മുളശുണ്ട് അതൊക്കെ ഒഴിവാക്കണം. വാൻ തഖത്ത അയ്യാമക അങ്ങയുടെ ദിവസത്തെ നിങ്ങൾ മുറിച്ചു കളയണം. അങ്ങനെ ബിൽ ബുൽഗത്തി വൽ ഖില്ലത്തി കുറഞ്ഞ ഭക്ഷണം ഒരുപിടി ഭക്ഷണം എന്നിവ കൊണ്ട് നിങ്ങളെ ദിനങ്ങളെ നിങ്ങൾ കഴിച്ചു വിട്ടണം. തെർവഹമ്മക്ക അന്താരിൽ ഓറൂറ് ഒഫലത്തി വഞ്ചന ചതി അശ്രദ്ധ എന്നിവ ഉണ്ടാവുന്ന ഈ പ്രപഞ്ചത്തിനെ തൊട്ട് താങ്കളുടെ ഹമ്മ് നിങ്ങൾ ഉയർത്തിക്കളയണം. അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന കനാത്തിന്റെ യോഗ്യത പ്രകാരം ദുന്യാവ് ജീവിക്കണം. അപ്പൊ നിങ്ങൾക്ക് നിലവാരണ്ടാവും. അപ്പൊ തെഴുത്തി ഇലാ മോക്കുവിൽ കറാമ അങ്ങനെ ബഹുമാനമാക്കപ്പെടുന്ന നൃത്തമുണ്ട്. ആ സ്ഥലത്തേക്ക് വരണം. അങ്ങനെ ആമിനൻ ഓതൻ നാളെ നിർഭയത്വമുള്ളവനായിട്ട് വരണം. ഓ തൻസിരൂപിൽ ജന്നത്തി അങ്ങനെ താങ്കൾ ദാറുന്നഈമാവുന്ന സ്വർഗീയ ലോകത്ത് ഇറങ്ങും. ഈ ജവാരിൽ മലിക്കിൽ കരീം മുഹല്ലദൻ കരീമായ അള്ളാഹുവിന്റെ തരുണീമണികൾ അവിടെ ഉണ്ട്. ആ രാജാവിന്റെ മുഹല്ലൻ കാലാകാലം അവിടെയാണ്. അപ്പൊ കാല റജുലു അപ്പൊ റജുല് പറഞ്ഞത് എല്ലാം കേട്ടപ്പോ യാ ജാരിയത്തു ജാരിയത്തെ അമാസമെഴുത്തീമ കാല ശൈഖുന ആദാ നമ്മുടെ ഈ ശൈഖ് പറഞ്ഞ വാക്കൊക്കെ നീ കേട്ടില്ലേ ചോദിച്ചു. കാലത്ത് അതെ പെണ്ണ് പറഞ്ഞു ഞാൻ കേട്ടു യജമാനെ. കാല അപ്പൊ മഹാൻ ചോദിക്കുകയാണ് അവ സിദ്ഖുൻ അം കദിബുൻ അയാൾ പറഞ്ഞ് സത്യമാണോ കളവാണോ പറ പെണ്ണയാണ്.
കാലത്ത് ജാരിയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ബൽ ആദ്യം സത്യം പറഞ്ഞു, ഗുണം പറഞ്ഞു തന്നു, സതുപദേശകനായി. ഇതാണ് കാല. ഇത് പറഞ്ഞപ്പോൾ അവിടെ സയ്യിദ് പറയാ അൻതി ഇതൻ ഹുർറത്തുൽ വജ്ഹില്ലാഹി തആല, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ നിമിഷം നീ സ്വാതന്ത്ര്യമാണ് കൊണ്ട് പൊയ്ക്കുവാറുണ്ട്. വല്ലൈഅതും കദാ വകദാ, ഇന്നാലിന്റെ സമ്പത്തൊക്കെ സദഖത്തു നൽകി നിന്റെ പേരിൽ ധർമ്മമാണ് പെണ്ണെ, സ്വീകരിച്ചു പോയിക്കോന്നു. വഅൻതും അയ്യുൽ ഖുദ്ദാം, സേവകന്മാരെ, അഹ്റാറുൻ, നിങ്ങൾ സ്വതന്ത്രനാണ്, അടിമയല്ല ഇനി. വല്ലൈഅതു കദാ വകദാ ലക്കും, ഇന്നാലിന്റെ സമ്പത്തൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഫാദിഹി ദാറു ബിമാ ഫീഹാ, ഈ വീടും ഇതിലുള്ള സകലതും സദഖത്തും ധർമ്മമാണ്. മഅ ജമീഇ മാലി, എന്റെ എല്ലാ സമ്പത്തും മുഴുക്കയും ഫീ സബീലില്ലാഹി തആല, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. സുമ്മ മദ്ദ യദഹു, പിന്നീട് മഹാൻ അത് ഈ സയ്യിദ് തന്റെ കൈ നീട്ടി. എവിടേക്ക് നീട്ടി? ഇലാ സത്രി ഹസൻ, നല്ല വരമുള്ളൊരു വിരിയുണ്ട്, അവിടേക്ക് നീട്ടി. കാന അലാ ബഅദി അബ്വാബിഹി, അത് ഈ രാജകൊട്ടാരത്തിന്റെ ചില കവാടങ്ങൾ മുകളിലിട്ട വിരിയായിരുന്നു. ഫജ്തദബഹു, ആ വിരിങ്ങ് വലിച്ചെടുത്തു മഹാൻ. വഖലഅ ജമീഅ മാ കാന അലൈഹി, ആ വാതിലിന്റെ മുകളിൽ എന്തൊക്കെ തൂക്കിട്ട വിരിയുണ്ടോ അത് മുഴുവനും പറിച്ചു വലിച്ചെറിഞ്ഞു. വസ്തതറ ബിഹി, അതുകൊണ്ട് മഹാൻ എന്തായി മറച്ചിരുന്നു, അതൊക്കെ എടുത്തിട്ടു. അങ്ങനെ വന്നപ്പോ വഖാലത്തിൽ ജാരിയത്തു, അപ്പോൾ ജാരിയത്ത് പറയുന്നു, ലായിസലി ബഅദക യാ മൗലായ, നിങ്ങൾക്ക് ശേഷം ഇനി എനിക്കൊരു ജീവിതമില്ലേ, ജാരിയത്ത് പറഞ്ഞു. ഫറബത്ത് ബികിസ്വതിഹ, അങ്ങനെ അവൾ വസ്ത്രമൊക്കെ തേടി എറിഞ്ഞു, പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ലബിസ സോബൻ ഹസന, വളരെ കട്ടിയുള്ള വരമുള്ള വസ്ത്രം അണിഞ്ഞവൾ. ഖറജത്ത് മഅഹു, അങ്ങനെ രാജാവിന്റെ കൂടെ അവൾ പുറത്തുപോയി. ഫവദ്ദഅഹുമ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, ഈ പെണ്ണിനോടും യജമാനോടും മാലിക് റളിയല്ലാഹു അൻഹു യാത്ര പറഞ്ഞു. വദഅ ലഹുമ, അവർ രണ്ടുപേർക്കും വേണ്ടി മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വഅഖദാ ത്വരീഖൻ ഗൈറ, മറ്റൊരു വഴിയിലൂടെ അവർ രണ്ടുപേരും പ്രവേശിച്ചു. ഫതഅബ്ബദാ ജമീഅൻ, രണ്ടാളും അല്ലാഹുവിനെ ഒരുമിച്ച് ഇബാദത്ത് ചെയ്തു. ഹത്താ ജാഅൽ മൗത്ത്, മരണം വരുന്നത് വരെ. ഫനഖലഹുമ, രണ്ടുപേരെയും മരണം നീക്കിക്കളഞ്ഞു. അലാഹൽ ഇബാദ, ഇബാദത്തിന്റെ അതേ അവസ്ഥ പിടികൂടി മരണം. റഹ്മത്തുള്ളാഹി അലൈഹിമ, ഈ ആണിന്റെയും പെണ്ണിന്റെയും മേൽ അള്ളാഹ് കണ്ണു ചൊരിയട്ടെ എന്നാണ് മഹാൻ പറഞ്ഞത്. കണ്ടോ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി, ആ കുടുംബം നന്നായി, അള്ളാഹുവിലേക്ക് യാത്രയായവർ. ഇങ്ങനെയായിരുന്നു മഹാന്മാരെ കാണുമ്പോ തെറ്റായ ആൾക്കാരൊക്കെ നന്നായിട്ടിരുന്നത്.